ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 35 MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ആരാണ് സാംസനെ പുതിയ കയർ കൊണ്ട് കെട്ടിയത്? ഓപ്ഷൻസ്: ഫിലിസ്ത്യർ, ദലീല, പ്രഭുക്കന്മാർ. ഉത്തരം: ദലീല. രണ്ടാമത്തെ ചോദ്യം, ആരായിരുന്നു അകത്തെ മുറിയിലായിരുന്നത്? ഓപ്ഷൻസ്: ഫിലിസ്ത്യർ, ആളുകൾ, പതിയിരുന്നവർ. ഉത്തരം: പതിയിരുന്നവർ. മൂന്നാമത്തെ ചോദ്യം, കെട്ടിയിരുന്ന കയർ എന്തുപോലെയാണ് സാംസൺ പൊട്ടിച്ചു കളഞ്ഞത്? ഓപ്ഷൻസ്: നൂലുപോലെ, ചണനൂൽ പോലെ, ചാക്കുനൂൽ പോലെ. ഉത്തരം: നൂലുപോലെ. ഇപ്പോഴും നീ എന്നെ എന്ത് ചെയ്തിരിക്കുന്നു എന്നാണ് ദലീല സാംസനോട് പറയുന്നത്. ഓപ്ഷൻസ്: വഞ്ചിച്ചു, കബളിപ്പിച്ചു, നാണം കെടുത്തി. ഉത്തരം: കബളിപ്പിച്ചു. എൻ്റെ എന്ത് പാവിനോട് ചേർത്ത് നെയ്യുക എന്നാണ് സാംസൺ പറയുന്നത്? ഓപ്ഷൻസ്: 5 തലമുടി ചുരുൾ, 6 തലമുടി ചുരുൾ, 7 തലമുടി ചുരുൾ. ഉത്തരം: 7 തലമുടി ചുരുൾ. തൻ്റെ തലമുടി ചുരുൾ പാവിനോട് ചേർത്ത് എന്തിൽ ഉറപ്പിച്ച് നെയ്യാനാണ് സാംസൺ പറയുന്നത്? ഓപ്ഷൻസ്: മരത്തിൽ, ഇരുമ്പിൽ, ആണിയിൽ. ഉത്തരം: ആണിയിൽ. സാംസൺ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആണിയോടും പാവിനോടുമൊപ്പം മറ്റെന്താണ് വലിച്ചു പൊളിച്ചത്? ഓപ്ഷൻസ്: തറി, കയർ, മതിൽ. ഉത്തരം: തറി. നിന്റെ എന്ത് എന്നോട് കൂടെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്കെങ്ങനെ പറയാൻ കഴിയും എന്നാണ് ദലീല പറയുന്നത്? ഓപ്ഷൻസ്: മനസ്സ്, ഹൃദയം, ആത്മാവ്. ഉത്തരം: ഹൃദയം. 3 പ്രാവശ്യം നീ എന്നെ എന്ത് ചെയ്തിരിക്കുന്നു എന്നാണ് ദലീല സാംസനോട് പറഞ്ഞത്? ഓപ്ഷൻസ്: കബളിപ്പിച്ചിരിക്കുന്നു, വഞ്ചിച്ചിരിക്കുന്നു, അവഹേളിച്ചിരിക്കുന്നു. ഉത്തരം: അവഹേളിച്ചിരിക്കുന്നു. നിന്റെ എന്താണ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ദലീല സാംസനോട് പറഞ്ഞത്? ഓപ്ഷൻസ്: അജയശക്തി, വലിയ കരുത്ത്, ശക്തി കേന്ദ്രം. ഉത്തരം: അജയശക്തി. 17-ാം വാക്യത്തിൽ സാംസൺ ദലീലയോട് തുറന്നു പറയുന്നത് എന്ത്? ഓപ്ഷൻസ്: സത്യം, രഹസ്യം, പൊരുൾ. ഉത്തരം: രഹസ്യം. സാംസൺ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ആരെയാണ് വിളിച്ചുകൂട്ടിയത്? ഓപ്ഷൻസ്: തൻ്റെ ആളുകളെ, ഫിലിസ്ത്യരെ, ഫിലിസ്ത്യരുടെ നേതാക്കളെ. ഉത്തരം: ഫിലിസ്ത്യരുടെ നേതാക്കളെ. ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ എന്തുമായാണ് ദലീലയുടെ അടുത്തെത്തിയത്? ഓപ്ഷൻസ്: പണവുമായി, വെള്ളിയുമായി, പ്രതിഫലവുമായി. ഉത്തരം: പണവുമായി. ഒരാളെ കൊണ്ട് സാംസന്റെ തലയിലെ എത്ര മുടിച്ചുരുളാണ് ദലീല ക്ഷൗരം ചെയ്യിപ്പിച്ചത്? ഓപ്ഷൻസ്: 6, 7, 8. ഉത്തരം: 7. ഒരാളെ കൊണ്ട് സാംസന്റെ തലയിലെ മുടിച്ചുരുൾ ക്ഷൗരം ചെയ്യിപ്പിച്ചതിന് ശേഷം ദലീല അവനെ എന്ത് ചെയ്യാനാണ് തുടങ്ങിയത്? ഓപ്ഷൻസ്: ശല്യപ്പെടുത്തുവാൻ, നീരസപ്പെടുത്തുവാൻ, അസഹ്യപ്പെടുത്തുവാൻ. ഉത്തരം: അസഹ്യപ്പെടുത്തുവാൻ. സാംസൺ, ഫിലിസ്ത്യർ നിന്നെ എന്തു ചെയ്യാൻ വരുന്നു എന്നാണ് ദലീല അവനോട് പറഞ്ഞത്? ഓപ്ഷൻസ്: കൊല്ലുവാൻ, ആക്രമിക്കുവാൻ, കീഴ്പ്പെടുത്തുവാൻ. ഉത്തരം: ആക്രമിക്കുവാൻ. മറ്റവസരങ്ങളിൽ എന്ന പോലെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് സാംസൺ ദലീലയോട് പറഞ്ഞത്? ഓപ്ഷൻസ്: പോരാടും, തിരിച്ചുവരും, രക്ഷപ്പെടും. ഉത്തരം: രക്ഷപ്പെടും. ആരു തന്നെ വിട്ടുപോയ കാര്യമാണ് സാംസൺ അറിയാതിരുന്നത്? ഓപ്ഷൻസ്: കർത്താവ്, ദൈവദൂതൻ, ദൈവം. ഉത്തരം: കർത്താവ്. ഫിലിസ്ത്യർ സാംസനെ പിടിച്ച് കണ്ണ് ചുഴുന്നെടുത്ത് ഏത് സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്?
ഓപ്ഷൻസ് ഗാസ, അഷ്കലോൺ, എക്രോൺ. ഉത്തരം ഗാസ. ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് സാംസനെ ഫിലിസ്തീയർ എവിടെയാണ് ആക്കിയത്? ഓപ്ഷൻസ് കാരാഗൃഹം, തടങ്കൽ, ഒളിസങ്കേതം. ഉത്തരം കാരാഗൃഹം. എന്ത് ജോലിയിലാണ് സാംസനെ ഫിലിസ്തീയർ ഏർപ്പെടുത്തിയത്? ഓപ്ഷൻസ് മാവ് പൊടിക്കുന്ന, കള പെറുക്കുന്ന, കറ്റ മെതിക്കുന്ന. ഉത്തരം മാവ് പൊടിക്കുന്ന. എന്തിനു ശേഷവുമാണ് സാംസന്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നത്? ഓപ്ഷൻസ് ക്ഷൗരത്തിന്, മുണ്ടനത്തിന്, തല വടിച്ചതിന്. ഉത്തരം മുണ്ടനത്തിന്. ഫിലിസ്തീയ പ്രഭുക്കന്മാരുടെ ദേവൻ ആര്? ഓപ്ഷൻസ് കെമോഷ്, എൽബെറീത്ത്, ദാഗോൻ. ഉത്തരം ദാഗോൻ. നമ്മുടെ ദേവൻ ശത്രുവായ ആരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നുവെന്നാണ് ഫിലിസ്തീയ പ്രഭുക്കന്മാർ പറഞ്ഞത്? ഓപ്ഷൻസ് മനുഷ്യനെ, സാംസനെ, വ്യക്തിയെ. ഉത്തരം സാംസനെ. അവനെ കണ്ടപ്പോൾ, സാംസനെ കണ്ടപ്പോൾ ആരാണ് തങ്ങളുടെ ദേവനെ സ്തുതിച്ചത്? ഓപ്ഷൻസ് ഫിലിസ്തീയർ, ഫിലിസ്തീയ പ്രഭുക്കന്മാർ, ജനങ്ങൾ. ഉത്തരം ജനങ്ങൾ. സാംസൺ നമ്മുടെ എന്തു നശിപ്പിച്ചവനാണ് എന്നാണ് ജനം പറഞ്ഞത്? ഓപ്ഷൻസ് ദേശം, വംശം, ഗോത്രം. ഉത്തരം ദേശം. തങ്ങളുടെ മുൻപിൽ എന്ത് പ്രകടിപ്പിക്കുന്നതിനാണ് അവർ സാംസനെ കാരാഗൃഹത്തിൽ നിന്ന് വിളിച്ചത്? ഓപ്ഷൻസ് വൈഭവം, ശക്തി, അഭ്യാസം. ഉത്തരം അഭ്യാസം. അഭ്യാസം പ്രകടിപ്പിക്കുന്നതിന് എന്തിൻ്റെ ഇടയിലാണ് അവർ സാംസനെ കൊണ്ടുവന്ന് നിർത്തിയത്? ഓപ്ഷൻസ് കെട്ടിടങ്ങളുടെ, തൂണുകളുടെ, മതിലുകളുടെ. ഉത്തരം തൂണുകളുടെ. ന്യായാധിപന്മാർ 16:26 സാംസൺ ആരോടാണ് സംസാരിക്കുന്നത്? ഓപ്ഷൻസ് ജനത്തോട്, നേതാക്കളോട്, ബാലനോട്. ഉത്തരം ബാലനോട്. മേൽത്തട്ടിൽ ഏകദേശം എത്ര സ്ത്രീ പുരുഷന്മാർ ഉണ്ടായിരുന്നു? ഓപ്ഷൻസ് 2000, 2500, 3000. ഉത്തരം 3000. ന്യായാധിപന്മാർ 16:28 സാംസൺ ആരെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്? ഓപ്ഷൻസ് ദൈവത്തിനെ, കർത്താവിനെ, ആത്മാവിനെ. ഉത്തരം കർത്താവിനെ. ആരോടുകൂടെ ഞാനും മരിക്കട്ടെ എന്നാണ് സാംസൺ പറയുന്നത്? ഓപ്ഷൻസ് ജനങ്ങളോടുകൂടെ, സ്ത്രീ പുരുഷന്മാരോടുകൂടെ, ഫിലിസ്തീയരോടുകൂടെ. ഉത്തരം ഫിലിസ്തീയരോടുകൂടെ. കുടുംബക്കാരോടൊപ്പം സാംസന്റെ ശരീരം കൊണ്ടുപോകാൻ കൂടെ വന്നത് ആരൊക്കെ? ഓപ്ഷൻസ് സഹോദരന്മാർ, സ്നേഹിതന്മാർ, അയൽവാസികൾ. ഉത്തരം സഹോദരന്മാർ. ആരുടെ ശവകുടീരത്തിലാണ് സാംസനെ സംസ്കരിച്ചത്? ഓപ്ഷൻസ് പിതാവായ മനോവയുടെ പിതാവിൻ്റെ. ഉത്തരം പിതാവായ മനോവയുടെ. സാംസൺ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഓപ്ഷൻസ് 10, 15, 20. ഉത്തരം 20. എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. ഒപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം വീഡിയോസ് ലൈക്കും ഷെയറും ചെയ്യണം. നിങ്ങളുടെ സജഷൻസ് അറിയിക്കുകയും വേണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.